എല്ലാ മാന്യപ്രേക്ഷകർക്കും മ്യൂസിക്കൽ വൈഫിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എന്തായാലും തുടക്കം തന്നെ നമ്മുടെ എല്ലാമായ നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ ജഡ്ജസിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. ഔസേപ്പച്ചൻ സാർ, വെൽക്കം. യെസ്. ബിനി ചേച്ചി, സ്വാഗതം. രഞ്ജിനി ചേച്ചി, വെൽക്കം. എന്താ എനർജി. ഒപ്പം തന്നെ നമ്മുടെ എല്ലാമായ ഗ്രേറ്റ് മ്യൂസീഷ്യൻസ്, നമ്മുടെ സ്വന്തം ഓർക്കസ്ട്ര, വെൽക്കം. ഓർക്കസ്ട്ര ഒരു എമ്മ കൂടിപ്പോയി. അത് ഞാൻ അടുത്ത് നിൽക്കുന്നോണ്ടായിരിക്കും. എന്റെ വീട്ടിൽ ഒരു സംഭവം നടന്നു. എന്റെ ഷൺമകം വീണ്ടും പ്രസവിച്ചു. ഷൺമകം ജാക്സൺ. ആരത്? ഗോവിന്ദന്റെ കൊള്ളുപാട്ടി, അമ്മൂമ്മയുടെ അമ്മ. അമ്മ കൊള്ളുപാട്ടി തിരുപ്പി ഡെലിവറി ആച്ച 4 കുഴന്തകൾ എന്താച്ച്. ഇതിപ്പോ എന്നാന്ന് വെച്ചാ 3 ആണും 1 പെണ്ണും. ഇവള് ഈ 160-165 പ്രസവമായി. എത്ര വർഷം പ്രസവിച്ചോണ്ടിരിക്കുക. എനിക്കിപ്പോ ഇടാൻ പേരില്ല, പക്ഷെ ഞാൻ പേരിട്ടു. മീനാക്ഷി അല്ല, ഞാൻ ആദ്യം പേരിട്ടത് ആരാന്നറിയോ? നമ്മുടെ പ്രൊഡ്യൂസർ രജീഷ്. പിന്നെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ പ്രൊഡ്യൂസർ രാകേഷ്. ഇപ്പൊ 2 ഇഷ്യൂ വന്നില്ലേ, ഇനി ഒരു ഇഷ്യൂ ആരായിരിക്കും എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. ചേച്ചി കിട്ടി. അജീഷ് കുട്ടച്ചൻ. രജീഷ്, രാകേഷ്, അജീഷ്, പിന്നെ ഒരു പെങ്കൊച്ച് മീനാക്ഷി. അല്ല, ഞാൻ പേരിട്ട് ഒരു റയർ, രഞ്ജിനി ജോസ്. ജോസ് ഉണ്ടോ എന്റെ കൂട്ടത്തില്? അച്ഛൻ ഫ്രീ. നല്ല വെളുത്തിട്ട് കറുപ്പും വെളുപ്പും ഉള്ള നല്ല എന്റെ അച്ഛനും അമ്മയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ ഇനിയും പൂച്ചകൾ വരുമ്പോൾ എനിക്കിവിടെ ഇഷ്ടം പോലെ ഇവര് പിള്ളേരും എല്ലാരും ഉണ്ട്. ചിലപ്പോ സാറിന്റെ പേരിട്ടെന്നിരിക്കും. ജോസ് വേണം. ഓക്കെ, അപ്പൊ എന്തായാലും മ്യൂസിക്കൽ വൈഫിന്റെ ഇന്നത്തെ എപ്പിസോഡ് അതിഗംഭീരമായ പേരിടൽ ചടങ്ങോടുകൂടി നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ എപ്പിസോഡിൽ എലിമിനേഷൻ ആയിരുന്നു. അപ്പൊ 2 പേരാണ് നമ്മുടെ ഈ ഷോയിൽ നിന്ന് വിട പറഞ്ഞത്. മൂന്ന് പേർ സേഫായി. അങ്ങനെ മൊത്തം 20 മത്സരാർത്ഥികളാണ് അടുത്ത ഘട്ടത്തിലോട്ട് കടന്നിരിക്കുന്നത്. അല്ലെ, ആ ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാം. അപ്പൊ മത്സരാർത്ഥികളെ, നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് കടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഘട്ടത്തിൽ എത്ര റൗണ്ടുകൾ ഉണ്ടെന്ന് അറിയാവോ? ഇല്ല 2 റൗണ്ട്സ്. എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും കൂടെ നമുക്കൊന്ന് പറയാം. കഴിഞ്ഞ റൗണ്ട് പോലെ തന്നെ ഇത്തവണയും 2 റൗണ്ട്സ് ആണുള്ളത്. ആദ്യത്തെ റൗണ്ട് ഡെയിൻ ഇഷ്ടപ്പെട്ട റൗണ്ടാണ്. ലവ് ആണോ? ലവ് ആയിരിക്കും. അത് കണ്ടോ, റൊമാൻറ്റിക് റൗണ്ട് ആണ്. അപ്പോ ഈ റൊമാൻറ്റിക് വൈബ്സ് എന്ന റൗണ്ടിലൂടെ ഇവരുടെ റൊമാൻറ്റിക് പാട്ടുകൾ കേൾക്കാം, ഇവരുടെ റൊമാൻറ്റിക് സ്റ്റോറീസ് കേൾക്കാം. അത് മാത്രമല്ല, ഇവർ എത്രത്തോളം റൊമാൻറ്റിക് ആണെന്ന് നമുക്കറിയാം. ഇവിടെ പലരും പ്രേമിച്ച് കല്യാണം കഴിച്ചവരൊക്കെ. ഞങ്ങളുടെ റൊമാൻസ് വരെ കണ്ടുവന്ന് വരാം. അല്ലെ, റൊമാൻറ്റിക് വൈബ്സ് അല്ലേ? നല്ല രസം. നിങ്ങളുടെ ഇടയിലുള്ള വൈബ്സിനെ നമ്മൾ റൊമാൻറ്റിക് വൈബ്സ് എന്ന് തന്നെ വിളിക്കും. ശരി, എന്നാ ഞങ്ങൾക്ക് പറ്റിയ വേറൊരു റൗണ്ട് ഉണ്ട്. അത് എനിക്ക് ഇഷ്ടമുള്ളതാ. അടിച്ചുപൊളി റൗണ്ട് ആണ്. അടിച്ചുപൊളി റൗണ്ട്. അതെ, ഫാസ്റ്റ് നമ്പേഴ്സ് ഉള്ള ഒരു റൗണ്ട്. ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫാസ്റ്റ് നമ്പർ സന്തോഷം ഇല്ലെങ്കിൽ ഞാൻ ഈ ഷോ വിട്ടു പോകുന്നു. ഈ ഘട്ടത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അത് മതി. റൊമാൻസിന് റൊമാൻസ്, അടിച്ചുപൊളിക്ക് അടിച്ചുപൊളി. സന്തോഷം പരക്കട്ടെ. അതെ, ആ റൗണ്ടിന്റെ പേരാണ് Power Beats. അപ്പൊ അങ്ങനെ പവർഫുൾ പാട്ടുകളുമായിട്ടാണ് ഈ റൗണ്ടിൽ നമ്മുടെ മത്സരാർത്ഥികൾ മത്സരിക്കുന്നത്. അങ്ങനെ 2 റൗണ്ടുകളായി നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് കടക്കാണ്. എത്രയും പെട്ടെന്ന് മത്സരാർത്ഥികളെ വിളിച്ചാലോ? മത്സരാർത്ഥികളെ വിളിക്കാം. അതിനു മുമ്പ് മത്സരാർത്ഥികളെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണം. ആദ്യം തന്നെ നെഗറ്റീവ് തരികയാണെന്ന് വിചാരിക്കരുത്. ഒരു വാശിയോടെ മത്സരിക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഈ ഘട്ടം കഴിയുമ്പോഴും നമുക്ക് എലിമിനേഷൻ ഉണ്ടാവും. അപ്പൊ വാശിയോടെ തന്നെ മത്സരിക്കുക. ഇപ്പൊ മത്സരം കുറച്ച് മുറുകിയിട്ടുണ്ട്, കാരണം നമ്മളിങ്ങനെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാം. ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് തുടക്കം തന്നെ ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട് പവർ ബീറ്റ്സ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു ശ്രീലക്ഷ്മി.
ആ കിടിലോൽ കിടിലം. ഓഹോ ഇതെന്താണിത് ഇങ്ങനൊരു രൂപമാറ്റം, ഒരു ഭാവമാറ്റം എല്ലാം ഉണ്ടല്ലോ കയ്യില്. ഉണ്ടെന്ന്. അയ്യോ ഇല്ല അത്. ആദ്യം പറഞ്ഞ ഉത്തരവാണ് കറക്റ്റ്. എല്ലാം ട്രൈ ചെയ്യാം. എല്ലാം ട്രൈ ചെയ്യാണ്. ഇങ്ങനെ ട്രൈ ചെയ്ത് അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് തുള്ളി ചാടേണ്ടി വരും. അല്ല, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. താങ്ക് യു സർ, താങ്ക് യു സർ. ആറ്റിറ്റ്യൂഡ്, യുവർ ആറ്റിറ്റ്യൂഡ്, പ്രത്യേകിച്ച് ആ ഓ എന്ന് പറയുന്ന ഒരു ഹമ്മിങ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ആ ഒരു ടോൺ, സൈനോറയുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് ഒക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഈ പാട്ടിൽ ഞങ്ങൾ ശ്രുതിയും ഇതൊന്നും പറയുന്നില്ല കേട്ടോ. അത് പറയേണ്ട കാര്യമില്ല, ആരുടെയും പറയുന്നില്ല. ശ്രുതി ഇത് കാരണം നമുക്ക് ഇവിടുത്തെ ഇമോഷനാണ് ഇവിടുത്തെ വലുത് ഇത്തരം പാട്ടുകൾക്ക്. അതെങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത്, അത് ആ പെർഫോം ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് ആൾസോ സോ ബ്യൂട്ടിഫുൾ. യു ഹാവ് ഡൺ ഇറ്റ്. താങ്ക് യു സർ, താങ്ക് യു. ഇപ്പൊ താങ്ക് യു എന്നൊക്കെ പറഞ്ഞാ ഇയാളാണോ ഇങ്ങനെ കളിച്ചതെന്ന് തോന്നും. താങ്ക് യു സർ, താങ്ക് യു സർ. ഇയാളാണോ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്? നമുക്ക് ഇവിടെയാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. കാരണം നിങ്ങൾ മ്യൂസിക്കൽ വൈഫ് എന്ത് വൈഫ്? പെർഫോമൻസ് മൈക്കിൾ ജാക്സന്റെ റിലേഷൻസ് വന്ന് ഇവിടെ ഇരുന്നിട്ട് കളിക്കുന്ന പോലെ തോന്നി എനിക്ക്. Yeah. പവർഫുൾ. താങ്ക് യു സർ, താങ്ക് യു. എക്സലന്റ്. ഓൾ ദി ബെസ്റ്റ്. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, Thank you so much, sir. ബിന്നി ചേച്ചി. ശ്രീലക്ഷ്മി ഓ ചേച്ചി. കാലക്ക് പൊളിച്ചു. ഓ താങ്ക് യു ചേച്ചി. നന്നായിരുന്നു. ഇന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല എന്താ പറയണേ, ഇതിന്റെ പവർ പാക്ക് അതെ, പെർഫോമൻസ്. പവർ ബീറ്റ്സ് ആണല്ലോ. അതെ, പവർ നല്ല രീതിയിൽ വന്നു അല്ലേ? അതെ. സൂപ്പർ ആയിട്ട് എന്റെ ഇടയിൽ കൂടെ. നല്ല എൻജോയ് ചെയ്തു. പവർ ബീറ്റ്സ് ആണല്ലോ. ദൈവമേ. ഇല്ല അത് വേണ്ടെന്ന് എല്ലാവർക്കും തോന്നി, വേണ്ട. ഇല്ല, ബിനി ചേച്ചി കണ്ടിന്യൂ. ഇത് കട്ട് ചെയ്ത് കളഞ്ഞോളൂ. ആ ശരി, സാരമില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് എന്നെ കട്ട് ചെയ്ത് വിളിക്കാം. കളഞ്ഞോളൂ. നന്നായിരുന്നു കേട്ടോ ശ്രീലക്ഷ്മി. നല്ല അവൻ ആ പാട്ടിനൊരു ആറ്റിറ്റ്യൂഡ് സൈനോരെ പാടി അത് കൊടുത്തിട്ടുണ്ട്. അത് മോൾ അതേപടി ഇവിടെ റീക്രിയേറ്റ് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇത്രയും ബീറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് വരുമ്പോഴത്തേക്കും നടുക്ക് സംഗതികൾ എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഫസ്റ്റ് ലൈനില്ലേ, അവിടെ ഒരു ഫസ്റ്റ് പല്ലവിയിലൊരു ഫസ്റ്റ് ലൈനില് അത് എൻഡിങ് ചെയ്യുന്ന ആ സംഗതിയില്ലേ, അതൊന്ന് പാടിക്കപ്പിക്കോ? പറയാതാരോ കഥ പറയാതാരോ തെളി മാനത്തിൻ കീഴ് നമ്മെ കൊണ്ടോരോ കോലം കെട്ടിച്ച അതാ അത് വന്നില്ല. ആ സംഭവം ഈ രണ്ട് സംഗതികള് ഇത് പാടിക്കൊണ്ടിരുന്നപ്പോ അത്ര ക്ലിയർ അല്ല. പക്ഷെ പാടുന്ന ശ്രീലക്ഷ്മി പാടുന്നതാണ് മേ ബി ബീറ്റും എല്ലാം കൂടെ വന്നോണ്ട് ഞാൻ കേൾക്കാത്ത എന്റെ കുഴപ്പമാണോ ഒന്നും അറിയത്തില്ല. എന്താണേലും സംഗതി അടിച്ചു പൊളിച്ചു, എനിക്ക് ഇഷ്ടായി. കാലയ്ക്ക് ബിന്നി. God bless you. ഓക്കെ, ഇനി പവർ പാക്ക് പെർഫോമൻസുകളുടെ പവറേശ്വരിയായ എനിക്ക് പെട്ടെന്നൊന്നും വായി വന്നില്ല. രജനി ചേച്ചി പറയൂ. എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ റൗണ്ടിന് ഞാൻ രജീഷിനോടും എല്ലാവരോടും നന്ദി പറയുന്നു. ശ്രീലക്ഷ്മിയോടും ഞാൻ നന്ദി പറയുന്നു. കുറച്ച് എനർജി കൊണ്ടുവന്ന ഫസ്റ്റ് കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിൽ ഈ പാട്ട് അതിമനോഹരമായിട്ട് പാടി. എൻ്റെ പ്രിയപ്പെട്ട സായ പാടിയ പാട്ടാണ്. സായ പാടിയ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിൽ വെച്ച് ഒന്നാണിത്. കാരണം അവളുടെ ഒരു എന്താ പറയുന്നത്, അങ്ങനത്തെ പാട്ടുകൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഛായയുള്ള പാട്ടുകളാണ് കുറവാ പാടിയിരിക്കുന്നത്. ഒരു ഫോക്ക് ഇതിൽ ആളുടെ ചെയ്തിട്ട് എനിക്ക് ആ കൂടെ തോന്നിയത് ചില സ്ഥലങ്ങളിൽ ഗ്രൂവ് പോകുന്നുണ്ട്. താളം രണ്ട് സ്ഥലത്ത് പോയി. അത് ആ ഓ എടുക്കുന്ന സ്ഥലത്താണ്, ആ ചരണോ അനുപലവിയുടെ ഓ എടുക്കുന്നത്. അത് ഓഫിനാണ് ഓ എടുത്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ ഈ മതി. ഓക്ക് പണ്ടേ വലിയൊരു കുഴപ്പമുണ്ട്, മറ്റേ കറുപ്പിന്റെയും വെളുപ്പിന്റെയും നടുക്കുള്ള ഓ അല്ലേ? ഓ ഒരു വലിയ പ്രശ്നമല്ലേ? ഓ കറുപ്പിന് ഒന്ന് പാടിക്കുമെന്ന് കേക്കട്ടെ ഞാൻ. ഇടയ്ക്കു നൂൽ പിണഞ്ഞാലും കുഴഞ്ഞു വേദിയിൽ വീണെന്നാലും തിരശീല മറക്കാതെ പൊളിച്ചു. ഇപ്പൊ വീണു. അപ്പൊ അത് ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല, അത് ആ നേരത്ത് പോയതാണ്. അപ്പൊ കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. അസലായി. താങ്ക് യു ചേച്ചി. ഈ ഒരു പേഴ്സണാലിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ. അപ്പൊ ശ്രീലക്ഷ്മി, അങ്ങനെ നമ്മളിതാ പവർ ബീറ്റ്സ് എന്ന് പറയുന്ന റൗണ്ടിലെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇതൊരു പുതിയ റൗണ്ടാണ്. നമുക്ക് കഴിഞ്ഞ റൗണ്ടുകളിലെ മാർക്കുകളൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ നമ്മുടെ കൂടെ ഇല്ല. നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ റൗണ്ടിലൊക്കെ 96, 99 ഒക്കെ വാങ്ങിച്ച ആൾക്കാരുണ്ട്. അതൊക്കെ അസാധുവായി. അതെ, ആ ബോർഡിലെല്ലാം മാച്ച് കളഞ്ഞു. പുതിയതായിട്ടാണ്. അപ്പൊ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ പുതിയൊരു റൗണ്ടിന്റെ ആരംഭമായിരുന്നു. പെർഫോമൻസ് ഞാൻ
ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കയറിയപ്പോ എനിക്കൊരു എനർജി കിട്ടി. രഞ്ജിനി ചേച്ചിയൊക്കെ ഫ്രണ്ട് ഇരിക്കല്ലേ എനിക്കിനി കൂടുതൽ എന്ത് കിട്ടണം? വലിയ അപ്പൊ നമുക്ക് അവരുടെയൊക്കെ മുമ്പ് ഇരുന്ന് ഇങ്ങനെ പെർഫോം ചെയ്യാന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു ടാസ്ക് ആണ്. അമ്മേ ഇങ്ങനെ പാടാൻ പറ്റും. അപ്പൊ അതൊക്കെ തന്നെ നമ്മളൊക്കെ ഗുരുവായിട്ടാ. രഞ്ജിനി ചേച്ചിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ അതൊക്കെ പിന്നെ എനിക്കുള്ള എക്സ്പീരിയൻസ് ഭയങ്കര നല്ല റിവ്യൂസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഫസ്റ്റ് റൗണ്ട് പാടിയപ്പോൾ തന്നെ ഒത്തിരി പേര് എനിക്ക് നല്ല റിവ്യൂസ് പറഞ്ഞു. അറിയാന്നുള്ളവരും അറിയാത്തവരൊക്കെ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എനിക്ക് നല്ല കമന്റ്സ് ഒക്കെ വന്നു. അതൊരു ഭയങ്കര സന്തോഷമായി. പിന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലി, എൻ്റെ കസിൻസ്, എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ സ്വന്തം നാട്ടുകാർ, അവരെല്ലാം തരുന്ന സപ്പോർട്ടും പ്രാർത്ഥനയും കണക്കില്ല. അതുകൊണ്ട് അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് മ്യൂസിക് എന്നും പാഷനാണ്. എന്നും എനിക്ക് മ്യൂസിക് തന്നെയാണ് പാഷൻ. പക്ഷേ ഞാൻ പഠിച്ചതും ഞാൻ ജോലി ചെയ്യുന്നതും ഒന്നും മ്യൂസിക്കായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പം ഞാനിങ്ങനെ ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ എനിക്ക് എന്തോ ലൈഫിൽ മിസ്സിങ് ആവുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. എന്തോ എൻ്റെ ലൈഫിൽ മിസ്സിങ് ഉണ്ട്. അപ്പോഴാണ് എനിക്കിങ്ങനെ, അത് കുറെ നാളായിട്ടുണ്ട്. അപ്പോൾ ഓഡിഷൻ വന്നു, ഈ സ്റ്റേജിൽ കയറി പാടാൻ പറ്റിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ലൈഫിൽ നിന്ന് പോയത് എൻ്റെ മ്യൂസിക്കാണ്. അതെനിക്ക് തിരിച്ചു കിട്ടി. ഇപ്പം എൻ്റെ ലൈഫ് ഫുൾഫില്ലാണ്. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക്സ് ടു ഫ്ലവേഴ്സ് ചാനൽ. എല്ലാവരുടെ മുമ്പിൽ ഇരുന്ന് പാടാൻ പറ്റുക എന്ന് പറയണത് തന്നെ ഇപ്പം എനിക്ക് ഏറ്റവും വലിയ കാര്യം. താങ്ക് യു. വണ്ടർഫുൾ. അപ്പൊ എന്തായാലും ഇതൊരു ആരംഭം മാത്രമാണ്. ഇനിയുള്ള യാത്രയിൽ സംഗീതം വഴി ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരും. ഒപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേർ ഇപ്പോൾ കഴിഞ്ഞ റൗണ്ടിൽ നിന്ന് മിസ്സായി. എങ്ങനെയായിരുന്നു ആ ഒരു വിഷമം ഉണ്ടായോ ആ സമയത്ത്? ഇത്തിരി നമ്മള് ഇവിടെ ശരിക്കും ഫാമിലി പോലെയാണ്. ഇവിടെ കണ്ടസ്റ്റൻസ് എന്നുള്ളത് ആർക്കും തമ്മിൽ അങ്ങനെ ഇല്ല. ഇവിടെ 2 പേര് പോയാൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കണ്ടസ്റ്റൻസും നമുക്ക് ഹാർട്ട് ഓഫ് ഹാർട്ടാണ്. ഒരാൾ പോയാൽ നമുക്ക് അതിന്റെ കുറവ് ഇവിടെ കാണാൻ പറ്റും. അതൊരു മിസ്സിങ് തന്നെയാണ്. ഇവിടെ ഒരാളുടെ മിസ്സിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അത് മിസ്സിങ് ആണ്. അതുകൊണ്ട് ഇവിടെ പോയ 2 കണ്ടസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞാലും സങ്കടമാണ്. അപ്പൊ എന്തായാലും ശ്രീലക്ഷ്മി തുടക്കം തന്നെ ഒരു അടിച്ചുപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് നമ്മളിതാ ഇവിടെ ഇനി റിസൾട്ടിലേക്ക് കടക്കുകയാണ്. ജഡ്ജസ്, എന്താണ് റിസൾട്ട്? ഗ്രൂമേഴ്സ് നമ്മുടെ ജഡ്ജസിനെ മാർക്ക് അറിയിക്കുകയാണ്. ജഡ്ജസിനെ അറിയിച്ചു കഴിഞ്ഞു. ഇനി ജഡ്ജസിന്റെ മാർക്സ് അറിഞ്ഞാൽ 100-ൽ എത്രയാണ് ശ്രീലക്ഷ്മി? 2 കൂടെ ചേർത്ത് 100-ൽ സാറ് പറയും. ഞാൻ പറയാം 94. അടിപൊളി, ഗംഭീര മാർക്കാണ്. തുടക്കം ഗംഭീരായി ശ്രീലക്ഷ്മി. അപ്പൊ നമ്മുടെ പവർ ബീറ്റ്സിൽ നല്ല പവർഫുൾ മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഘട്ടത്തിൽ ഇനി ഒരു റൗണ്ടും കൂടി ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ശ്രീലക്ഷ്മി, താങ്ക് യു സോ മച്ച്. ഇതിലും ഗംഭീരമായി പെർഫോം ചെയ്യാൻ പറ്റട്ടെ അടുത്ത റൗണ്ട്. താങ്ക് യു. ഇനി നമ്മുടെ ഈ ഘട്ടത്തിലെ അടുത്ത റൗണ്ടിലേക്ക് വരുന്നു. ലവ് ബൈറ്റ്സ് എന്ന റൗണ്ടിൽ റൊമാൻറ്റിക് വൈബ്. പെട്ടെന്ന് റൊമാൻസ് ആയപ്പോൾ അപ്പൊ റൊമാൻറ്റിക് വൈബ്സിൽ ഇവിടെ പാടാൻ വരുന്നു. സാദിയ. തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം, കറുക
എങ്ങനെ പാടിയെന്ന് തോന്നി? കുഴപ്പങ്ങളുണ്ടായിരുന്നു. റൊമാൻസ് ഒക്കെ വന്നോ? റൊമാൻസ് അല്ല, പേടിയാണ്. റൊമാൻറ്റിക് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് പേടിപ്പെടുത്തുന്ന റൗണ്ട്. രഞ്ജൻ ചേച്ചി, ചേച്ചിയും തുടങ്ങാം. ചുമ്മാ സാദിയ, എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എനിക്ക് ശ്രുതി ശുദ്ധമായിട്ട് പാടിയതുപോലെയാ തോന്നിയത്. മാത്രമല്ല ഓന്നുള്ള ഹമ്മിങ് ഓരോ സ്ഥലത്തും അതിന്റെ ഒരു ഇന്റനേഷനും അതിന്റെ ഒരു ഈ പറഞ്ഞ വേവ് നല്ല രസമായിരുന്നു. അതിന്റെ ഇങ്ങനെ ഒരു അതൊന്ന് ആ ഓ മാത്രം ഒന്ന് പാടുവോ? ആഹാ, അതാണ് താഴെ വരുമ്പോ അത് ഒതുക്കി മേലേക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എവിടെയൊക്കെയോ ചേച്ചി ഇട്ട് ഓർമ്മ വന്നു നല്ലോണം. മാത്രമല്ല ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, ഇഷ്ടമുള്ള ലിറിക്സ് റൈറ്ററാണ്. SP വെങ്കടേഷ് സാറിന്റെ പാട്ടാണ്, ഷിബു ചക്രവർത്തി എഴുതിയ പാട്ട്. അല്ലെ വേണുചേട്ടനും ചിത്ര ചേച്ചിയും കൂടെ പാടി. എന്ത് ഭംഗിയുള്ള പാട്ടും. ധ്രുവം, മമ്മൂക്കാനെ ഇതുപോലെ കാണാൻ ഇഷ്ടമുള്ള വിക്രം ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ചു. അങ്ങനെ ഒരുപാടധികം സ്പെഷ്യാലിറ്റി ഉള്ള ഒരു പാട്ടാണ്. താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി വരികൾ, ഭയങ്കര ഭംഗിയുള്ള വരികൾ. അത് സാദിയുടെ ഒച്ചയിൽ കേൾക്കാൻ ഒരു ട്രീറ്റ് തന്നെയായിരുന്നു. മനോഹരമായി പാടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഔസേപ്പച്ചൻ സർ അസാധ്യമായിട്ട് പാടി. അതുകൊണ്ടാണോ ആ പേരിങ്ങനെ വെച്ചിരിക്കുന്നത്? സാദിയ. അസാദിയ. എന്തും സാധിക്കും. സാധിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ തുടക്കം ആ ഹമ്മിങ്ങിൽ തന്നെ മാർക്ക് വീണു. മാർക്ക് മീൻസ് നമ്മളുടെ ആ സ്റ്റാൻഡ് നമ്മൾ അങ്ങോട്ട് തീരുമാനിച്ചു. പെർഫെക്റ്റ് പിച്ചിൽ പാടുക. അത് തുടക്കം മുതൽ അവസാനം വരെ വന്നു. ഓൺലി ഒരു സ്ഥലത്ത് മാത്രം ഒരു പിടി അവലിൻ കഥ പോലെ ഇവളുടെ പരിണയ കഥ പറഞ്ഞു, നടവഴിയിടകളിൽ അതേപോലെ സെക്കൻഡിലും വരുന്നുണ്ട് അല്ലേ, പുതുപുലരുളി നിൻ തിരുവ. അതിൽ ഈ കതിർ മണ്ഡപം ഒരുങ്ങും എന്ന് പറയുന്നുണ്ട്. അത് എന്താണ് പാടുന്നത്? അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ എനിക്കുണ്ട്. ഒന്ന് പാടാമോ? പുതുപുലരുളിയൻ തിരുനെറ്റിക്കൊരു തൊടുകുറിയണേക്കും ഗുഡ്. ഇളമാന്തളിരിന്നൊരു പുഞ്ചിരിയിൽ കതിർമണ്ഡപമൊരുങ്ങും 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 കതിർമണ്ഡപമൊരുങ്ങും. അതാണ് നോട്ട് ഗമ കറക്റ്റ് ആയിട്ട് വേണം. കതിർമണ്ഡപമൊരുങ്ങും അതൊക്കെ കിട്ടണം ആ നോട്ട്. സാറേ റിഹേഴ്സൽ ചെയ്തപ്പോ എനിക്ക് അവിടെ ബ്രീത്ത് കിട്ടിയായിരുന്നു. ഇവിടെ വന്നപ്പോ എനിക്ക് അവിടെ മുറിക്കേണ്ടി വന്നു. അത് ശരി ശരി. കയ്യിന്ന് പോയി. അത് സാരമില്ല. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായി. ഓക്കെ. പിന്നെ ഓനെ കുറിച്ചിട്ടൊക്കെ അവര് പറഞ്ഞല്ലോ, അതൊക്കെ ഗംഭീര. ഓഹോ, അങ്ങനെയായിരുന്നു. ഒരു വലിയ കാര്യമാണ്. വലിയ കാര്യമാണ്. അതൊക്കെ പിച്ചിൽ പാടുക എന്ന് പറഞ്ഞാൽ അതും വേദിയിലൊക്കെ നിന്ന് പാടുക പറഞ്ഞ ബുദ്ധിമുട്ടാ. റെക്കോർഡ് ചെയ്യുമ്പോൾ എളുപ്പോ, നമ്മൾക്ക് വീണ്ടും വീണ്ടും പാടാലോ. അത് പറ്റില്ല. ഒറ്റയടിക്ക് KKPP സാഹചര്യത്തിലാണ് ഇത് പാടുന്നത്. പക്ഷെ KK ഇല്ല, PP. എല്ലാം PP യാ. അപ്പൊ അത് വളരെ നന്നായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. ഈ ഓയെ കുറിച്ച് പറഞ്ഞപ്പോഴേ, ഓ ഈ ഇതില് മാത്രല്ല, കർണാട്ടിക് കോമ്പോസിഷൻസിൽ കൃതീസിലും ഓയ്ക്ക് വലിയൊരു ഇതുണ്ട്, സ്ഥാനമുണ്ട്. ഒരു കോമ്പോസിഷൻ ഉണ്ട് സാറേ. ഓ രംഗശായി ഓ രംഗ, ഈ ഓക്ക് തന്നെ കുറേതാ. ഓ രംഗ, ഈ ഓയി തന്നെ കുറേ. അപ്പം ആ ഈ ഉ എ ഓ എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറയുന്ന കാര്യം ഇതുപോലത്തെ ഫോണറ്റിക് സൗണ്ട്സ് ക്ലിയർ ആവാൻ വേണ്ടി. കാരണം അതാണല്ലോ നമ്മളുടെ സംഗീതം. അപ്പൊ ഞാൻ സാദിയയുടെ പാട്ടിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് ഗുഡ് വോയിസ്, ഗുഡ് ഡിക്ഷൻ, ഗുഡ് ഫീൽ, ബ്രീത്ത് കൺട്രോൾ. കേട്ട ഒരു പ്ലേ ബാക്ക് സിംഗറിന് വേണ്ട ഒരു വോയിസ്, ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് ഉണ്ടല്ലോ, അത് ഉണ്ട്. കണ്ണടച്ച് കേട്ട അങ്ങനെ ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞല്ലോ അവിടെ ഇവിടെ പോലെ അതൊന്നും ഞാൻ കേട്ട് രസിച്ചതാ ഞാൻ പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഡെയിനിന് ഒരു കഥ അറിയോ? എന്താ? തളിർ വെറ്റിലയുണ്ടോ എന്ന് പറഞ്ഞപ്പോഴാണ്, ഈ വെറ്റിലയിലെ ആണും പെണ്ണും ഉണ്ട്, അറിയാമോ? എനിക്കറിയാം. അറിയാമോ? ഞാൻ ഞങ്ങളുടെ ഗുരുജി ഡോക്ടർ ബാലമുരളീകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ വീട്ടില് അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു തന്നത്. ദേ നിൽക്കുന്നത് ആണ്, ആ നിൽക്കുന്നത് പെണ്ണ്. വെറ്റില നമുക്ക് വളരെ നല്ലതാണല്ലോ. വെറ്റില കഷായം, വെറ്റില സാമ്പാർ, വെറ്റില രസമൊക്കെ രഞ്ജിനിയുടെ ഒക്കെ വീട്ടിൽ വെക്കുന്നുണ്ടാവും. അത് പൊതുവെ തമിഴ് ആൾക്കാർ വെക്കും. നമ്മുടെ വീട്ടിൽ എന്തായാലും ഈ വെറ്റിലയിൽ 5 വര ആൺ വെറ്റിലയും 3 വരെയുള്ളത് പെൺവെറ്റിലെ. ആണും പെണ്ണും ഇങ്ങനെ നോക്കും. നല്ലത്
എനിക്ക് തോന്നുന്നു ആൺവെറ്റിലെ കുറച്ചുകൂടെ നല്ലതാന്നാ തോന്നണേ. ചേച്ചി പെൺവെറ്റിലെ ചവച്ച ചുമക്കൂലേ? അല്ല ഞാൻ പറഞ്ഞ ആരോഗ്യത്തിന്. അപ്പൊ ഗുരുജി എന്റെ അടുത്ത് അത് പറിച്ചോണ്ട് വാ, ഇത് പൊൺവെറ്റില എന്താ ആൺവെറ്റില പറിച്ചിട്ട് വാ அப்படின்னு ചൊല്ലും. അപ്പം ഞാൻ പോയി ആൺവെറ്റില പറിച്ചോണ്ടിരും. വെത്തലേ ഇവിടെ വെറ്റില എന്ന് പറയണുണ്ട്. നിങ്ങൾ ഈ വെറ്റിലെ കിടാൻ സാദിയോട് ചോദിക്കുക, സാദിക്ക് ആൺ വെറ്റിലയാണോ പെൺവെറ്റിലയാണോ ഇഷ്ടം? എനിക്ക് മാർക്ക് മതി. തളര് വെറ്റില മതി. ഇതേപോലെ കളർ വെറ്റില ഉണ്ടോന്ന് ചോദിച്ചാൽ കിട്ടും. ഇപ്പൊ പാടിയില്ലേ, തീർച്ചയായിട്ടും കിട്ടും. ഇല്ലെങ്കിലും ഉണ്ടാക്കി തരും. ഇപ്പം ഞാൻ ഈ ഫ്ലോറിൽ നിൽക്കുന്നത് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ അറിയാത്ത ആൾക്കാർ കൂടെ എന്നെ വിളിക്കുമോ, എൻ്റെ ഗുരുനാഥന്മാർ, സംഗീതം അഭ്യസിപ്പിച്ചിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ എൻ്റെ സ്കൂളിൽ എന്നെ പഠിപ്പിച്ചിട്ട് പോലും ഇല്ല, അവരൊക്കെ എന്നെ വിളിക്കുക. നല്ല പാട്ടായിരുന്നു, നമ്പറൊക്കെ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്, അവിടെയൊക്കെ ആൾക്കാർ വന്ന് അന്വേഷിക്കുന്നു സാധി. ഈ ഒരു ഫ്ലോറിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. അപ്പൊ ഇനി നിറയെ പേര് അങ്ങനെ വന്ന് അന്വേഷിച്ച് നിറയെ പേര് പാടാൻ വിളിക്കട്ടെ, നല്ലൊരു പാട്ടുകാരിയായിട്ട് വരട്ടെ. താങ്ക് യു. നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. രുമേഷ് നമ്മുടെ ജഡ്ജസിനെ മാർക്സ് അറിയിച്ചോളൂ. അപ്പൊ സാദിയയുടെ മാർക്ക് ഞാനും കിടന്നു വെച്ചേട്ടെ. ഞാൻ പറയാം. ചേച്ചി പറഞ്ഞോ. സാദിയക്ക് കിട്ടുന്ന മാർക്ക് 100ൽ 96. അപ്പൊ സാദിയ ഹയസ്റ്റ് സ്കോറാണ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഘട്ടത്തിൽ ആദ്യ റൗണ്ട് കഴിഞ്ഞു. 96 മാർക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ മ്യൂസിക്കൽ വൈഫിന്റെ ഈ മത്സര യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത റൗണ്ടിലോട്ട് കടക്കുന്നു. അതെ, നമുക്ക് കുറച്ച് അടിച്ച് പൊളിക്കണം. പെർഫോം ചെയ്യാൻ വേണ്ടി വെൽക്കം ചെയ്യുന്നു സാൻഡ്ര. മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുളിക്കും ചെറിപ്പൂക്കൾ ചിരിക്കാറ്റിൻ ചെപ്പ് തുറക്കാൻ പമ്മിപ്പറക്കും. മഴ
നിന്ന് ഡാൻസ് കളിക്കായിരുന്നു. ആരും കാണാണ്ടിരിക്കും. ഇങ്ങോട്ട് വരാത്തെന്ത്? ഏ? മീനാക്ഷി എന്ത് രസായിട്ട് മീനാക്ഷി എവിടെയെങ്കിലും പാട്ട് കേട്ട് അപ്പത്തുള്ളൂ. ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണ്. ആണോ? എന്ത് രസമായിട്ടാണോ സ്റ്റെപ്പ് എന്ത് ചെയ്യാനാ ചേച്ചി? talented ആയി പോയി. മീനാക്ഷി, ഞാനത് കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ ആലോചിച്ചത് ഒറിജിനൽ ഈ പാട്ട് സിനിമയിലുള്ളതിനേക്കാൾ ഭയങ്കര രസമായിരുന്നു മീനാക്ഷിയുടെ ഡാൻസ്. മീനാക്ഷി ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ എനിക്ക് അല്ലേ? തോന്നുന്നു. ആരോട് പറയാനിതൊക്കെ? മീനാക്ഷി എന്നാ വരും, ഹീറോയിനായിട്ട് വരും, വരിക? വരും. അല്ലേ? മീനാക്ഷി വളരെ ചെറുതായിരിക്കുമ്പോ ഇറങ്ങിയ പാടാന്ന് തോന്നുന്നുണ്ട് ഇത്. അതെ അതെ, എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ഞാൻ ഈ പാട്ടിൽ ഇപ്പോഴും വൈബ് ചെയ്യും. എല്ലാരും മറ്റേ EDM ഒക്കെ കേൾക്കുമ്പോ ഞാനിപ്പോഴും ഈ മാസം നല്ല രസമുണ്ടായിരുന്നു. മെയ് മാസത്തിന് തുള്ളി തുള്ളി വരണ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഓവർ ക്യൂട്ടായി പോയി. ഇതിപ്പോ എന്ത് അല്ല, ഇതിപ്പോ പാട്ടിന്റെ അതാ ജഡ്ജ്മെന്റ് പാട്ടിന്റെ. നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. പാട്ടിലോട്ട് കിടക്കാം. ഓക്കെ സാൻഡ്ര, യെസ് മാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബാബി ഡോൾ നിന്നിട്ട് ഇങ്ങനെ എന്താ കീ കൊടുത്തു വിട്ട പാവയെ പോലെ ഇങ്ങനെ 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 നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ചെറിയ ഒരു മൂവ്മെന്റ് ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. ശരിക്കും ഒരു പാവേനെ കീ കൊടുത്തു വിട്ട പോലെ ഉണ്ടായിരുന്നു. ഓൾസോ ഈ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് കേട്ടോ. നല്ല പെപ്പി ആയിട്ടുള്ള ഒരു സോങ് ആണ് എടുത്തത്. ആകെ കൂടെ എനിക്ക് പറയാനുള്ള പിച്ച് ഭയങ്കര കൂടുതലായിരുന്നോ ഒറിജിനൽ ഇതിലാണ് പാടിയത്? അപ്പൊ കാരണം ആ ചരണവും അനുപലവയും സ്റ്റാർട്ടിങ് രണ്ടും കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നു. ഓക്കെ. അപ്പൊ അതെങ്ങനെയായിരുന്നു അത്? അപ്പൊ ആ സാധനം അത്രേ ഹൈ ആണെങ്കിൽ ചില നേരത്തെ നമ്മൾ അവിടെ നിൽക്കുമ്പോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ശ്രുതി ഓർക്കിടേന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പ്രാക്ടീസ് ചെയ്തപ്പോ വന്നു. വന്നിരുന്നു. ചില പാട്ടുകൾ പ്രസൻസ് പോവും അത് പാടുമ്പോ, പക്ഷെ അതൊന്ന് ചെയ്താൽ മതി. അത് ഈ പറയുന്ന പോലെ കുറച്ച് ടിപ്സ് ഉണ്ടെങ്കിൽ ഈ സാധനം ആ സംഭവത്തില് ഒന്ന് കാല് മുട്ടുമടക്കുക. ആ ഹൈ പോവാൻ നേരത്ത് ഒന്ന് മുട്ടുമടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പ് നോട്ട് എത്തും. ഓക്കെ. നേരെ നിൽക്കുന്നതിന് പകരം ഒരു കാലൊന്ന് ഫ്രണ്ടിലേക്ക് ആക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഓടാൻ നിൽക്കുന്ന പോലെ ഇങ്ങനെ പാടിയ. അതൊക്കെ ഉണ്ട്. കാല് മുട്ടുമടക്കിയ ചേച്ചി പറഞ്ഞത്. പിന്നെ തല താത്തിയിട്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ കൺസ്ട്രിക്റ്റഡ് ആവും. അതുകൊണ്ടാണ് ചിത്ര ചേച്ചി പാടുന്നത് കണ്ടിട്ടുണ്ടോ? ഹൈ പോകുമ്പോ ചേച്ചിയുടെ തല താഴേക്കാ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇവിടെ ഇത് ഓപ്പൺ ആവും. അപ്പൊ കുറച്ചും കൂടെ പറ്റും. പ്ലസ് ലിപ് ട്രില്ലും ശ്വാസം മറ്റേ എന്താ കപാൽപാതി പോലത്തെ സാധനം പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പും പാടുന്നതിന് മുമ്പും ചെയ്യുക. ലിപ് ട്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാടുന്ന ഇതേ വരികള് ലിപ്പില് അങ്ങനെ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേറുമ്പോ നല്ല തുറന്നു വരും. അതിന് വേറെ സാധകം വേണ്ടി വരും കേട്ടോ. വേറൊരു ടാലന്റ്. ചെയ്യുമ്പോഴും പുഷ് ചെയ്യരുത്, സോഫ്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ ലിറ്ററലി പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എത്താത്ത നോട്ട്സ് ഒക്കെ ആ നേരത്തെ എത്തും, പുഷ്പം പോലെ എത്തും. അത് മനസ്സിലാവും. അത് പാടുമ്പോൾ നെക്സ്റ്റ് ടൈം വീട്ടിൽ ചെയ്തു കുറച്ച് വോക്ക്. അല്ലെങ്കിൽ യു ആർ വെരി പ്രിറ്റി, വെരി നൈസ്ലി സങ്. എന്ത് രസമായിരുന്നു. നമ്മൾ എല്ലാരും ഡാൻസ്. മീനാക്ഷി പോലും ഡാൻസ് ചെയ്തു. മീനാക്ഷിയുടെ അടുത്ത് സ്പെഷ്യൽ താങ്ക്സ്. ഇതിനൊരു കളർ ആഡ് ചെയ്ത് രണ്ട് പാവക്കുട്ടികളെ ഡാൻസ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര താങ്ക് യു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജഡ്ജ്മെന്റ് താങ്ക് യു. പക്ഷെ എനിക്ക് ഡെയിനെയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ വെറുതെ ഞാൻ വിടൂ. ഈ രഞ്ജിനി ഇടയ്ക്കിടയ്ക്ക് ഡെയിനെ ഇഷ്ടപ്പെടുന്നു അല്ലേ? അവന് വിഷമാണോ? എടാ സിമ്പതിയൊന്നുമല്ല. ഡെയിൻ ഡാൻസ് ചെയ്തു, പക്ഷെ നമ്മൾ ആരും കാണിച്ചില്ല. അതിനൊരു നന്ദി. ആൾക്കാര് കണ്ട് ഡാൻസ് കളിച്ച് കൈയടി. അല്ല, അതിനൊരു നന്ദി ഉണ്ടെന്ന് ഞങ്ങൾ ആരെയും കാണിക്കാതെ ഡാൻസ് ചെയ്തു. പാവം. അങ്ങനെയല്ല ഡെയിനെ എനിക്കിഷ്ടമാണ് തന്നെ. ഡെയിനിനോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട്. ആയിക്കോട്ടെ, ശരി ശരി. അപ്പൊ എന്നാ ചേച്ചി തന്നെ ആദ്യം ജഡ്ജ്. മക്കളെ നല്ല രസം ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ പറയാം, എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. പർപ്പിൾ ഡ്രസ്സ് ഒന്ന് ആ കളറിന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് കളറാണ്. നല്ല രസം ഉണ്ടായിരുന്നു. അതൊന്നും നിങ്ങളുടെ പാടാം. ഇത് എന്റെ അല്ല, വല്ലവരുടെ അടുത്തോണ്ട് അല്ലല്ല, നമ്മളുടെ ഒരു കണ്ടസ്റ്റന്റിന്റെ ആരുടെയാണ്? ഏത് കണ്ടസ്റ്റന്റിന്റെയാണ്? തന്നതില് താങ്ക് യു. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ മ്യൂസിക്കൽ വൈഫ് മക്കളെ. കണ്ടോ, വേറൊരു കണ്ടസ്റ്റന്റിന്റെ ഉടുപ്പാണ് ഈ കൊച്ചിട്ട്. അത് തുറന്നു പറയുകയും ചെയ്തു. ആ കൊച്ചിന്റെ രണ്ട് പിള്ളേരെ മനസ്സല്ല. ഏത് കൊച്ചായിരുന്നു? അർച്ചന. കോസ്റ്റ്യൂം കർട്ടസി അർച്ചന. കൊള്ളാട്ടോ, അടിപൊളിയായിരുന്നു. ഇവിടെ നിന്നൊക്കെ എനിക്ക് ഇങ്ങനെ ഈ മിന്നണെ മെട്ടലങ്ങനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നിട്ട് പാടി ഇപ്പൊ രഞ്ജിനി പറഞ്ഞ പോലെ തന്നെ മേലെയുള്ള രണ്ട് പോർഷൻ ഇപ്പൊ ടിപ്സ് ഒക്കെ പറഞ്ഞൊന്നും ഞാനത് ഞാൻ ആവർത്തിക്കുന്നില്ല. ആ രണ്ട് സ്ഥലത്തും അനുപല്ലവിയും ചരണവും മേലെ ഒന്ന് ശ്രുതി ചേരായിക ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കളയാതെ തന്നെ പാടി. കാരണം എന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് കളിക്കണോ വേണ്ടയോ എന്നിങ്ങനെ ചിന്തിച്ചിട്ടാണ്. അതൊന്നും വേണ്ട, അങ്ങ് ദിസ് ഈസ് യുവർ സ്റ്റേജ്, യുവർ പ്ലേസ്.
എന്ത് വേണേ നല്ല അഴകായിട്ട് നല്ല കോൺഫിഡൻസിൽ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ എനിക്ക് ഇഷ്ടായി. താങ്ക് യു മാം. സാൻഡ്ര, യെസ് സർ. പല്ലവി പൊളിച്ചു. താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. താങ്ക് യു. അത്രയും നന്നായിരുന്നു പല്ലവി. പിന്നെ ഈ ഡാൻസ് ചെയ്യുമ്പോഴും ചില സ്റ്റെപ്സ് ഇട്ടിട്ട് അടുത്ത ലൈൻ എസ്പെഷ്യലി പല്ലവിയിൽ എടുക്കുന്നത് പെർഫെക്റ്റ് ഡോട്ട് ഇൻ ദ പിച്ച്. ഓക്കെ താങ്ക് യു സർ. അതൊക്കെ വളരെ നല്ല Thank you so ഒരു much. സംഭവമാണ്. ആ ഇടയ്ക്ക് സംഗതി പാടിയത് സാറേ പെടങ്ങാതടോ എടോ അത് നന്നായിരുന്നു കേട്ടോ. ആ പിന്നെ 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 എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, എല്ലാവരും ഇവിടെയുള്ളവർ കാണാൻ നല്ല ഭംഗിയുണ്ട്, സാൻഡ്രേനും കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ പാട്ട് പാടുന്ന നേരത്ത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇപ്പൊ ഈ പാട്ട് പാടിയപ്പോ അതിസുന്ദരിയായിരുന്നു. താങ്ക് യു സർ. എനിക്ക് ചത്താലും വേണ്ടില്ല. അല്ല അത് വേറല്ല ഞാൻ പറയുന്നത്, അത് നിങ്ങൾ ആ പാട്ടിനോട് കൊടുക്കുന്ന ആറ്റിറ്റ്യൂഡിലുണ്ടല്ലോ നമുക്ക് സ്വയം ആ ഒരു ഭംഗി വന്നു പോകും. താങ്ക് യു. അപ്പോൾ നല്ല ഇതേപോലെ നമ്മളിങ്ങനെ ആസ്വദിച്ചിട്ട്, ഇതിപ്പോ തുള്ളിച്ചാടേണ്ട പാട്ടുകൾക്ക് തുള്ളിച്ചാടി തന്നെ പാടണം. മെലഡി പാടുമ്പോഴും നമ്മളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ അതിനനുസരിച്ചിട്ട് ഭാവം നമ്മുടെ ഫേസിലും ശരീരത്തിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പാട്ട് നന്നാവുന്നതിൻ്റെ ഒപ്പം കാണാനും നല്ല ഭംഗിയുണ്ടാവും. അതെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് സാർ. ഇനി പ്രേക്ഷകരൊക്കെ കാത്തിരുന്ന ആ ധന്യ മുഹൂർത്തം. ചേച്ചി എന്തോ ചോദിക്കാനില്ലേ? അതെ അത് ഞങ്ങൾ അവര് മാർക്ക് ഇട്ടോളും, ഇവരിട്ടോളും. കടലമ്മയുടെ 4 മക്കളുടെ പേരെന്നാണ്? കടലമ്മ. കടലമ്മയില്ലേ സി. ഇതെല്ലാം ഡെയിന്റെ ചോദ്യാ? ഡെയിനോട്. അല്ല ഡെയിൻ വിചാരിച്ചത് മറ്റേ പെരുന്നാളിന് കടലമ്മ കിട്ടി. കടലമ്മയുടെ 4 മക്കളുടെ പേര്. കടലമ്മയുടെ 4 മക്കളുടെ പേരോ? മണൽത്തേരി. എന്തോ അളിപ്പാണ്. അതെ, ഓഫ് കോഴ്സ്. പറഞ്ഞോ. എന്റെ ഇല്ല. സ്പ്രിംഗ്, ഓട്ടം, പിന്നെ അടുത്ത 2 കൂടെ ഉണ്ടല്ലോ പറഞ്ഞേ. സമ്മർ വിന്റർ. സമ്മർ വിന്റർ സീസൺസ് അല്ലേ? അതെ അതാണ് ഉത്തരം. സീസൺസ്. കടൽ അമ്മയാവണ കടൽ പുത്രന്മാരെന്നല്ലേ പറയാ. അതെ, ഇത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഇതൊരു പ്ലക്കാർഡ് രൂപത്തിൽ എഴുതി നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നതായിരിക്കും ഈ പ്രോഗ്രാമിന്റെ ഇടയിൽ. അയ്യോ, നീ അങ്ങനെ പതുക്കെ വരും ഓരോ. ഓക്കെ, നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. അതായിരുന്നു വേണ്ടിരുന്നത്. ഗ്രൂമേഴ്സ് നമ്മുടെ ജഡ്ജസിനെ മാർക്സ് അറിയിച്ചിരിക്കുകയാണ്. അപ്പോ ജഡ്ജസ്, ഐ എം വെരി ഹാപ്പി ടു അനൗൺസ് സാൻഡ്രയുടെ ഈ പ്രാവശ്യത്തെ മാർക്ക് ഈ ഒരു റൗണ്ടിൽ 95. താങ്ക് യു സോ മച്ച്. 95 മാർക്സ് ആണ് സാൻഡ്രയ്ക്ക് കിട്ടിയിരിക്കുന്നത്. സാൻഡ്ര, സന്തോഷായോ? പിന്നെ ഭയങ്കര അതെ, സന്തോഷമായി. എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളോട്? പറയാനുണ്ട്. എന്റെ ഫസ്റ്റ് എപ്പിസോഡ് വന്നപ്പോ ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാർ വിളിച്ചു, മെസ്സേജ് അയച്ചു. എന്നെ പണ്ട് സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് വിളിച്ചു. ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും. പിന്നെ നാട്ടില് ഉള്ളവര് പറഞ്ഞു ഇതുവരെ നാടിന്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റും പറഞ്ഞു. അപ്പോ ഞാൻ വരുന്നത് തിരൂർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസ് ആണ്, മലപ്പുറം. നാടിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ നാട് തലശ്ശേരിയാണ്, പെരിങ്ങത്തൂർ എന്ന് പറയും. അതെ, നാട്ടുകാരുടെയും വിഷമം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഞാന് പഠിക്കുന്ന സമയത്ത് പിന്നെ മ്യൂസിക് ഒക്കെ ഫുൾ പോയ പോലെ തന്നെയായിരുന്നു. അപ്പൊ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടില്ല. ഹസ്ബൻഡിന്റെ ഏട്ടനുണ്ട്, ആൽവിൻ എന്നാ പേര്. പുള്ളിയാണ് ഇങ്ങനെ ഒരു കോള് ഉണ്ട്, ഓഡീഷൻ കോൾ ഉണ്ട്, നിനക്ക് ട്രൈ ചെയ്തൂടെ, നീ എറണാകുളത്തല്ലേ വർക്ക് ചെയ്യണത്. അപ്പൊ ഞാൻ പറഞ്ഞ ആൽവിയേട്ട അതൊക്കെ കിട്ടുമോ? അപ്പൊ ചെന്ന് കിട്ടി, ഭയങ്കര സന്തോഷം. ഒരുപാട് ഞാൻ ഗുരുവായൂരിപ്പ് അടുത്ത് പ്രാർത്ഥിക്കാൻ പോയപ്പോ അവിടെ 2 ചേച്ചിമാരെ എന്നെ തിരിച്ചറിഞ്ഞു. ഞാൻ ഭയങ്കര സന്തോഷായി. അപ്പൊ അത് ജീവിതത്തിൽ കിട്ടാത്ത സംഭവങ്ങളെല്ലാം ഈ സ്റ്റേജ് എനിക്ക് തന്നു. പിന്നെ ഇത്രയും വലിയ ജഡ്ജസിനെ ഒന്നും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. അതെ, സെയിം സാധനം റിപ്പീറ്റ് 2x. അപ്പൊ എല്ലാരോടും താങ്ക് യു. ഗ്രൂമേഴ്സ് ഒക്കെ ഒരുപാട് സംസാരിക്കണോ അച്ചടി ഭാഷ
എനിക്ക് വളരെ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. സംസാരിക്കുന്ന രീതി ഭയങ്കര രസമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മാർക്സ് അറിഞ്ഞു, നല്ല കമന്റ്സ് കിട്ടി, ഹാപ്പി ആയല്ലോ. ഹാപ്പി. അപ്പൊ ഈ ഘട്ടത്തിൽ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്, ഇനി ഒരു റൗണ്ടും കൂടി ഉണ്ട്. ഒരു റൗണ്ട്. ഓക്കെ, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. രഞ്ജന ചേച്ചി പ്രേക്ഷകരെ പ്ലീസ് ഇവിടെ ശ്രദ്ധിക്കൂ. ഡെയിൻ ഇനി പ്രണയിക്കാൻ നമ്മൾ പോവാണ്. അല്പം അല്ല. ആരാണ്ടൊക്കെ നോക്കിയിട്ട് ആരും ഇല്ല, നമ്മളിത് പ്രേക്ഷകരോട് ആ സ്നേഹം അവരായിട്ട് ഷെയർ ചെയ്യുന്നു. അത് സ്നേഹം മോനെ, സ്നേഹം, സ്നേഹമല്ല. മനസ്സിലായില്ലേ രഞ്ജിനി? ചേടാ, റൊമാൻറ്റിക് വൈബ്സ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ റൗണ്ടിൽ ആരാണ് പെർഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേമിക്കാൻ നമ്മളെ എല്ലാവരെയും വാരിക്കോരി പുളകം കൊള്ളിച്ച് പ്രണയിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നു ശിവപ്രിയ.
ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മൂകം തളരും തനുവോട് ഇടറും മനമോട് വിടവാങ്ങുന്ന സന്ധ്യേ വിരഹാർദ്രയായ സന്ധ്യേ ಗರಿ ಸರಿ ಗರಿ ಸಗರಿ ಸಧಾಪ ശിവപ്രിയ പാട്ട് പഠിപ്പിക്കുന്നത് ആരാണ്? മുന്നേ പണ്ട് ഗുരുക്കന്മാർ അങ്ങനെ ഞാൻ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ 1 വർഷം തികച്ച് പഠിച്ചിട്ടില്ല. ആ പാർവതിപുരം പത്മനാഭയ്യർ സാറായിരുന്നു എന്റെ ഗുരു. ആണല്ലേ? ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ എനിക്കൊരു ഗുരു ഉണ്ട്, പാർവതിപുരം പത്മനാഭയ്യർ. വളരെ ചെറുപ്പത്തില് 1 വർഷം അടുപ്പിച്ച് പോലും ഞാൻ പാട്ട് പഠിക്കാൻ പോയില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് അദ്ദേഹത്തിനോട് അതിര് കവിഞ്ഞ സ്നേഹമാണ്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന് 20 വർഷത്തിന് മുന്നേ ഞാൻ പാട്ട് പഠിച്ചത്. അപ്പം ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പുള്ളിയെടുത്ത് ഞാൻ ബ്ലെസ്സിങ്സ് വാങ്ങി ഞാനിങ്ങനെ പോവാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എന്താ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. സ്നേഹത്തിൻ പൂമുള്ളിൽ പൂജിച്ചു ഞാൻ നിൻ ജന്മം നിൻ മുന്നിൽ നീതിച്ചു സാറിനെ എവിടുന്ന് കിട്ടി എന്നുള്ളത് അല്ലേ? സർപ്രൈസ് ആയോ? സർപ്രൈസ് ആയി. സർപ്രൈസ് എന്നല്ല, അവിശ്വസനീയമായി പോയി. നമസ്കാരം സർ. സാർ നമസ്കാരം. സർ എന്ത് തോന്നുന്നു ഈ വേദിയില്? ഞാനിപ്പോ നിൽക്കുന്നത് സ്വർഗലോകത്തിലാണെന്നാണ് എനിക്ക് സംശയം. എല്ലാവരും സംഗീതം ആസ്വദിക്കുകയും അതുപോലെ സംഗീതത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ വേദിയിൽ ഇങ്ങനെ ഒരു ശിഷ്യ മുഖാന്തരം വരാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ഗുരുവിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം മാത്രമല്ല, അത് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പാണെന്നാണ് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു ശിഷ്യ എനിക്ക് കിട്ടിയാൽ ഞാൻ അഭിമാനിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കലാകാരന് വേണ്ടത് സംഗീതം മാത്രമല്ല, സ്വഭാവം, ബഹുമാനം, ഗുരു സ്മരണ, ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഒരു കലാകാരനുണ്ടാകുന്നത്. അതെ. അതിൽ പഠിക്കുന്ന കാലത്തെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പഠിപ്പിച്ചതെങ്കിൽ തന്നെയും എൻ്റെ മനസ്സിൽ നിന്ന് ശിക്ഷയുടെ മോഹം ഇതുവരെ മാറിയിട്ടില്ല. ഒരുപാട് ശിഷ്യന്മാർ എനിക്കുണ്ട്. ഞാനൊരു 45-50 വർഷം കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ചില മുഖങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ പതിയും. അത് പാടുന്നതുകൊണ്ട് മാത്രമല്ല, പാടുമ്പോൾ കൂടുതൽ പതിയുമെങ്കിലും ചിലരുടെ ആ ഒരു നേച്ചർ, ആ വന്ന് ഇരിക്കുന്നതും വന്ന് തൊഴുകയും അതുപോലെ ആ സംഗീതത്തെ ബഹുമാനിക്കുകയും സംഭാഷണത്തിലും പ്രവൃത്തിയിലും എല്ലാം സത്യസന്ധമായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒത്തിരി ശിഷ്യകൾ കുറച്ചുപേരെ എനിക്കുള്ളൂ. തീർച്ചയായിട്ടും അതിൽ ഒരാളാണ് ശിവപ്രിയ. ഇതിനു മുമ്പുള്ള സ്റ്റേജിലും എല്ലാം ഉങ്ങളെ പറ്റി നിറയെ പേശിണ്ടിരുന്നത്. നിറയെ ഉങ്ങളെ தெரியுமே, கிருஷ்ணகுமாரோட ஒய்ஃப் தானே? ஆமா ஆமா சார், நான் பின்னி கிருஷ்ணகுமார் தான் பேசுறேன். புரியுறதா? புரியுறது நல்லா தெரியும். சோ சாറിനെ കുറിച്ച് உங்களோட அண்ணாவும் தெரியும், தொடுபுழ മനോജ് സാർ. நிறைய கச்சேரிக்கு வயலும் ഇപ്പൊ ചെമ്മൈസ് കോളേജിലെ പ്രിൻസിപ്പൽ ആയിട്ട് ഞാൻ പോയിരുന്നു, പാക്ക പോയിരുന്നേനെ അങ്ക. ഓക്കെ. ശിവപ്രിയ എത്ര നാളായി സാറിനെ കണ്ടിട്ട്? സാറിന്റെ 13 വയസ്സിലാണ് എന്നെ പാട്ട് പഠിപ്പിച്ചത്. ഇപ്പൊ 10-20 വർഷമായി. പക്ഷേ ഇപ്പോ അടുത്തൊരു 2 വർഷം മുന്നേ സാറിനെ 25 വർഷം ഞങ്ങള് മ്യൂസിക് സ്കൂളുണ്ട് നാദം, അതിന്റെ ഇതില് സാറിനെ ആദരിക്കുന്ന ഒരു ചടങ്ങില് ഞാൻ പോയി പാടിയിട്ടുണ്ടായിരുന്നു. അന്ന് സാറിനെ കണ്ടു ഞാന്. എനിക്ക് പറയാൻ പറ്റുന്നില്ല, സാറ് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ചിലപ്പോ ഇത് കാണുന്നവര് വിചാരിക്കുവേ
നമ്മൾ മുന്നേ തന്നെ സെറ്റ് ആക്കി വെച്ച് അങ്ങനെയൊക്കെ വിചാരിക്കണ അല്ല ഞാൻ ഞെട്ടിപ്പോയി. ശിവപ്രിയ ഞെട്ടിക്കാൻ വേണ്ടി. ദൈവം പ്രത്യക്ഷപ്പെട്ടാണോ നമ്മുടെ പ്രൊഡ്യൂസറിന്റെ നല്ല ഒരു അവരെല്ലാവരും കൂടെ ഒരു തീരുമാനം ചെയ്ത് വളരെ അതാണ് നല്ലൊരു- രജീഷ്, അതാണ് ഫ്ലവേഴ്സ്. അതാ നിങ്ങൾ പാടുന്നത് നിങ്ങളെ കൊണ്ട് നല്ല ട്രെയിനിങ് കൊടുത്ത് പാടിക്കുക മാത്രമല്ല, നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇതിനൊക്കെ വലിയൊരു അനലൈസ് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വി ഷുഡ് ഗിവ് ദം എ ഗുഡ് അപ്ലോസ് ടു ദം. സാർ അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. ഈ ഗ്രൂമിങ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. കാരണം ഞങ്ങളെല്ലാം ക്ലാസിക്കൽ പഠിപ്പിക്കുന്നവരാണ്. ഞാൻ 100% ക്ലാസിക്കൽ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അതിന് ഗ്രൂമിങ്ങിന് വിശേഷം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളാരും ക്ലാസിക്കലാരും ഗ്രൂമിങ് ചെയ്യാറില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കുറച്ചെങ്കിലും ജ്ഞാനവും വോയിസും ഉള്ള കുട്ടികളെ ഈ രീതിയിൽ ട്രെയിനിങ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത് എന്ത് ഓർക്കാൻ പോലും കഴിയാത്ത ഒരു അവർക്ക് പ്രത്യേകമായിട്ട് നമ്മൾ അഭിനന്ദനം കൊടുക്കണം. കാരണം പാട്ടുകാരികളാക്കി വിടുകയാണ് അവരുടെ. മാഷ് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ മാഷിന്റെ ഒരു 2 ലൈൻ ഞങ്ങൾക്ക് കേൾക്കണം എന്ന്, 2 വരി കേൾക്കണം എന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. ശ്രീ മഹാഗണപതേ ശ്രീ മഹാഗണപതേ ശ്രീവല്ലഭപതേ 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 ശ്രീ മഹാഗണപതേ ഗണപതേ 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 ഗണപതേ. വെരി നൈസ്. വളരെ സന്തോഷം. നടന്നു വന്നപ്പോൾ അല്പം കിതപ്പുണ്ടായിരുന്നു. അതാണ് പണ്ട് എങ്ങനെ കേട്ടോ അതുപോലെ ഇരിക്കുന്നു. അതുപോലെ കരച്ചിൽ വരുന്നു എനിക്ക്. അതുപോലെ ഇരിക്കുന്നു. ശരി മോളെ, എന്തായാലും ഈ ഒരു എന്താ പറയുക, സംഗീതത്തെ സ്നേഹിക്കുക, നല്ല സംഗീതത്തെ സ്നേഹിക്കുക, ഗുരുക്കന്മാരെ അതുപോലെ മനസ്സിൽ കരുതുക. ഇവരെല്ലാം നിങ്ങളെ ഗുരുക്കന്മാരാണ്. എല്ലാവരും ഗുരുക്കന്മാരായി കാണുക. സംഗീതത്തെ വിടരുത്. ആയുർവേദത്തോടൊപ്പം സംഗീതം കൂടെ കൊണ്ടുപോകണം എന്ന് മാത്രമേ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഗുരുവിനെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് കടക്കാം അല്ലേ? ബിന്നി ചേച്ചി. വിദ്യാസാഗർ സാറിന്റെ പാട്ടുകൾ എന്ന് പറയുന്നത് പൊതുവെ ശ്വാസം എടുത്ത് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് മെയിനായിട്ട് തോന്നിയത് അവിടെ പല ആരോ വിരൽ മീട്ടി മനസ്സിന്മൺ ഇങ്ങനെ പല പ്രാവശ്യം അങ്ങനെ വന്നു. മീട്ടി മനസ്സിന്മൺ വീണയിൽ ആ ഒരു അങ്ങനെ പോയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി. വിരഹാർദ്രയായ സന്ധ്യയൊക്കെ പാടുമ്പോഴത്തേക്കും എനിക്ക് തോന്നി മോള് കുറച്ചുകൂടെ അതൊന്നും കുറച്ചുകൂടെ ഒന്ന് അതാ ഒരു ഭാവം കൊടുക്കാമായിരുന്നു എന്ന് തോന്നി കേട്ടോ. അല്ല പാട്ട് നന്നായിട്ട് പാടി, ബാക്കി ഇവര് പറയും. വളരെ നന്നായിരുന്നു ശിവപ്രിയ. ആസ് യൂഷ്വൽ യു ആർ എ വെരി ഗുഡ് സിംഗർ. പാട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഗുരുവിൻ്റെയും ശിഷ്യയുടെയും മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ 2 അഭിപ്രായം പറയുന്നതിൽ ഈ പറഞ്ഞ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അത് ഞങ്ങൾക്ക് ഒരു അഭിമാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ മെയിനായിട്ട് ഒരുപാട് സ്ഥലത്ത് നല്ല ബ്യൂട്ടിഫുൾ സംഗതികൾ പാടിയിട്ടുണ്ട്. അത് എക്സാക്ട്ലി അത് സെൽഫ് ഇംപ്രവൈസേഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതോ ഒറിജിനൽ തന്നെയാണ്? ഒറിജിനൽ തന്നെ പാടുന്നത്. ഒറിജിനലിന് മേലെ പാടാൻ പറ്റൂല, കാരണം അത്രമാത്രം സംഗതികളാണ്. ഓരോ വരി റിപ്പീറ്റ് ചെയ്യുമ്പോഴൊക്കെ വേറെ വേറെ സംഗതികൾ ചിത്ര
പാടി വെച്ചിട്ടുണ്ട്. ദാസേട്ടനും പാടിയിട്ടുണ്ട്, പക്ഷെ നൗ യു ഹാവ് സങ് ചിത്ര വെർഷൻ. ഏതോ അങ്ങനെ ഓരോ ലൈൻ, ഏതോ ശ്രുതി കുറച്ചും കൂടി വെറുതെ ഒന്ന് പാടിയാൽ ആ ഫസ്റ്റ് ലൈൻ മാത്രം. ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ. ആ അല്ല, ഇത്രയും പ്രശ്നം ഏതോ, അത് അവിടെ ഒരു യു ആർ ഗിവിങ് ലിറ്റിൽ എക്സ്ട്രാ ഫീൽ കൊടുക്കുന്നതുകൊണ്ടാണ് ഒരു സ്ട്രെസ് ഒരു ഒരു പ്രഷർ വരുന്നുണ്ട് അവിടെ. കൂളായിട്ട് പാടി നോക്കിയാൽ ആരോ ഏതോ ആരോ ഏതോ കണ്ട, അത്ര ചെയ്താൽ മതി, എത്രയേ ഉള്ളൂ. ബട്ട് സിംഗിങ് ഈസ് എക്സലന്റ്. ആ പാട്ടിന്റെ ആവശ്യം എന്താണ്, അതിന്റെ ആ ഒരു എക്സ്പ്രഷനും അതിന്റെ ലിറിക്സും നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺമിനയിൽ നിന്ന് തുണ്ടു പല്ലവി അതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്നിടത്തൊരു ഇംപ്രവൈസേഷൻ വാസ് എക്സലന്റ്. ഡിഫറെന്റ് ആയിട്ടുള്ള എക്സലന്റ്. പിന്നെ ആ മോഹശകലം, അതിലും അത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പഠിച്ചിട്ടുമുണ്ട്. അത് ഒന്ന് പാടാമോ, നിന്റെ മോഹശകലം? സെക്കൻഡ് ഓക്കെ. അങ്ങനെ ശകലം കണ്ട, അത് ആരും ശ്രദ്ധിക്കില്ല. നിന്റെ മോഹശകലം അത്രേ പഠിപ്പിക്കുള്ളൂ. അതന്നെയല്ലേ വീണ്ടും പാടുന്നത്. അത് പെട്ടെന്നേ അത് അങ്ങനെ വളരെ വ്യത്യസ്തമായ കൃത്യമായിട്ട് ചില സംഗതികൾ പാടി വെച്ചിരിക്കുന്നതാണ്. അത് അത്രയൊക്കെ പഠിച്ച് പാടിയിട്ടുണ്ട്. സോ ഐ അപ്രീഷിയേറ്റ് യു ഫോർ ദാറ്റ്. ഒരു പാട്ടിനെ നമ്മൾ എടുക്കുന്നതുണ്ടല്ലോ, അതിനോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു ഭാവത്തിന്റെ ലയം, ആ ലയം അപാരമാണ്. അത് ഓൾവേസ് കീപ് ഇറ്റ് അപ്പ്. ഒരിക്കലും കൈവിടണ്ട. സാർ, ഇത് ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ ലിറിക്സ് ആണ്. ബ്യൂട്ടിഫുൾ ലിറിക്സ്. ഇതെന്ന് വെച്ചാൽ പ്രേമഗാനമാണെന്ന് വെച്ചാൽ പ്രേമഗാനം അല്ല, ഇതൊരു നൈരാശ്യഗാനം, പ്രണയ നൈരാശ്യത്തിന്റെ ഒരു ഗാനമാണ്. ഇതിലൊരു 3 വരിയുണ്ട്. ആ വരി എനിക്ക് പറയാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാല് വെണ്ണിലാവ് പോലും എന്ന് വെച്ചാൽ വെണ്ണിലാവ് എന്ന് വെച്ചാൽ ഇത്ര കുളിർമയുള്ള ഒരു വെണ്ണിലാവ് ഈ വിരഹത്തിന്റെ നൈരാശ്യം കൊണ്ട് അവർക്ക് കൊടും വേനലായിട്ട് തോന്നുന്നു. അതുപോലെ വർണ്ണരാജ്യമീട്ടും വസന്തം, ഇത്രയും വസന്തകാലത്തിൽ അവർക്ക് ഇരുണ്ട് കൂടി പേമാരി പോലെ തോന്നുന്നു. ഏറ്റവും അവസാനം ഒരു വാക്കുണ്ട് എന്ന് വെച്ചാല്, നീ എല്ലാം കഴിഞ്ഞു, നിന്റെ കാമുകനൊക്കെ നിന്നെ വിട്ടിട്ട് പോയി, നീ ഇങ്ങനെ അണയാൻ വേണ്ടിയിട്ട് അങ്ങനെ ആളി നിൽക്കുന്ന ഒരു തിരിയാണ്, നീ ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് നീ കാത്തിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആ വരി എന്ന് പറഞ്ഞാൽ ഇതിലും വൃത്തിയായിട്ട് ഒരു വിരഹത്തിന് അല്ലെങ്കിൽ പ്രണയ നൈരാശ്യത്തിന് വ്യക്തമായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഞാൻ ഈ വരി കേൾക്കുമ്പോഴൊക്കെ ഇങ്ങനെയും എഴുതാൻ പറ്റുമോ, ആൾക്കാർക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അതിന്റെ രഹസ്യം അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഫീൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുന്നത് ഇത് എല്ലാവർക്കും കൂടിയാണ്. ഈ വരികൾ ഇത്ര മാത്രം, അതിലെന്താണ് ഈ പാട്ട്, സംഗീതം, സരിഗമപനിസ മാത്രം പോരാ. പാട്ട്, സിനിമ പാട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ലൈറ്റ് സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വരിയും അതിന്റെ എക്സ്പ്രഷൻസുമാണ്. അത് അറിയണമെങ്കിൽ ഇതേപോലെ അനലൈസ് ചെയ്യണം. എന്താണ് പാട്ട് എഴുതിയ ആൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതിന്റെ ഭാവം അതിൽ നിന്നാണ് കിട്ടുക. ദാസേട്ടനൊക്കെ അതിന്റെ ആളാട്ടാ. മൊത്തം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ എന്താണ് കഥ എന്നുള്ളത്, സിനിമയുടെ കഥ പിന്നെ പറയണ്ട, അതേ ഇങ്ങോട്ട് പറഞ്ഞു തരും, ഇതായിരിക്കും സിറ്റുവേഷൻ എന്ന് പറഞ്ഞ പോലെ. ഇറ്റ്സ് ഫോർ എവറി വൺ. കാരണം പാട്ട് നമുക്ക് പാടുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. പാട്ട് പഠിച്ചില്ലെങ്കിലും പാടാൻ പറ്റും ഇതേപോലെ. പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം, എനിഹാവ് ഓൾ ദ ബെസ്റ്റ്. യു ഹാവ് ഡൺ വെരി ഗുഡ് ജോബ്. ശിവപ്രിയയുടെ ഇത് പറയുന്നതിന് മുമ്പ് നമസ്കാരം സർ. ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ വന്നതിനും, ശിവപ്രിയനെ എൻകറേജ് ചെയ്യാനായിട്ട് ഇവിടെ വന്നതിനും. സാറിനെ കാണാൻ പറ്റിയത് ചേച്ചിയും പറയുന്നുണ്ടായിരുന്നു സാറിനെ പറ്റി. ഇങ്ങനത്തെ ഒരു മൂമെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നതല്ല, ഗുരു വന്ന് നിൽക്കുക എന്നുള്ളത്. അപ്പൊ അത് വളരെ ഭാഗ്യം ചെയ്ത ഒരു മൂമെന്റ് ആണ് ഈ ഒരു വേദിയിൽ, അല്ലെ? എത്രയും ഭാഗ്യം ചെയ്ത കുട്ടിയാണ്, നന്നായി പാടുന്ന കുട്ടിയാണ്, നന്നായി പഠിച്ച് ഡോക്ടറായ കുട്ടിയാണ്. ഇനി അതിനൊന്നും പറയാനില്ല. ശിവപ്രിയ ഒരു കാര്യം പറഞ്ഞില്ലേ, ഈ ഓരോ വാക്കുകൾ ഇങ്ങനെയാ ഇത് എഴുതിയിരിക്കുന്നതെന്ന്. ചിത്ര ചേച്ചി അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്.
ഓരോ വാക്കിനും ഓരോ എക്സ്പ്രഷനാണ്. അത് എത്ര പേർക്ക് അങ്ങനെ പാടാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് ഫീമെയിൽ സിംഗേഴ്സ്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും മനസ്സിൽ നിൽക്കുന്നത്. അപ്പൊ അത് നോക്കിയാൽ തന്നെ നമുക്ക് എക്സ്പ്രഷൻ എന്താന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. ചേച്ചി പാടി വെച്ചിരിക്കുന്നത് ബുദ്ധിമുട്ടാണ്, പക്ഷെ അതൊരു യൂണിവേഴ്സിറ്റി പോലെയാണ് ചേച്ചിയുടെ ഓരോ പാട്ടും. അപ്പൊ അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ കുറെ കിട്ടും. കുറച്ചും കൂടെ ഭാവം ആകാമായിരുന്നു, പക്ഷെ ഈ പറഞ്ഞ പോലെ വാക്കുകളുടെ ഇടയിൽ ശ്വാസം എടുക്കണതുകൊണ്ടാണ് അത് പോയത്. അപ്പൊ മാക്സിമം ആ വാക്ക് തുടങ്ങണതിന് മുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടോ ആരും അറിയാതെ എടുക്കാനായിട്ട് അത് വരുന്നില്ല അല്ലെ. സാരമില്ല. പക്ഷേ നിങ്ങൾ എല്ലാവരും ഇത്രയും വയ്യാന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പൊ അതെന്താ കാര്യം? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും പാടാനുള്ളവർ പാടിയിരിക്കും. വായ തുറക്കുമ്പോ അത് വരും. അതാണ് ദൈവാനുഗ്രഹം. അപ്പോ അത് കാര്യാക്കണ്ട. അത് കാര്യമാക്കുമ്പോ കാര്യമാകും. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മാർക്സ് അറിയാം അല്ലെ? മാർക്സ് അറിയാം. മാർക്സ് നമ്മുടെ ഗ്രൂമേഴ്സിന്റെ മാർക്സ് 10ൽ എത്രയാണെന്നുള്ളത് ജഡ്ജസിനെ അറിയിക്കണം. അതിനുശേഷം ടോട്ടൽ 100ൽ എത്ര മാർക്കാണെന്നുള്ളത് ജഡ്ജസ് പറയും. ശിവപ്രിയയുടെ മാർക്ക് 100ൽ 94. നല്ല സ്കോർ. റൊമാൻറ്റിക് വൈബ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ റൗണ്ടിൽ 94 ആണ് വാങ്ങിയിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ഇനി നമ്മളെല്ലാവരും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ശിവപ്രിയ ഒരു ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. കാരണം ശിവപ്രിയയുടെ സാക്ഷാൽ ഗുരു തന്നെ ഈ വേദിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു നിമിഷം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു ആദരം അർപ്പിക്കേണ്ട ഒരു സമയമാണ്. അപ്പോ അതിനായി നമ്മൾ ഔസേപ്പച്ചൻ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാറിന്റെ ഒരു ആരാധകൻ കൂടിയാണ് ഞാൻ. പാട്ടുകളൊന്നും മറക്കാൻ പറ്റില്ല. എനിക്കെപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീതം പഠിപ്പിക്കുന്നവര്, അറിയുന്നവര് എനിക്കൊക്കെ ഭയങ്കര ബഹുമാനമാണ്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിച്ച പോലെയൊന്നും എനിക്ക് ചെറുപ്പത്തിൽ പഠിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരുപാട് ഹാർഡ് പ്രയത്നം, അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തിട്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരുപാട് ഒരു സിനിമയിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്, പാടുന്നവരുണ്ട്. വിഷ്ണു വിജയ്, സൂരജ് സന്തോഷ്, ബാലഭാസ്കർ. ഓ ശരി ശരി. കുറെ പേര് ആവുന്ന ഒരു വലിയൊരു ഭാഗ്യമല്ലേ. പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് നമ്മളുടെ ശിഷ്യഗണങ്ങൾ നല്ല രീതിയിൽ വരുന്നത്. അപ്പൊ അതൊരു വലിയൊരു ദൈവത്തിന്റെ ഒരു ഭയങ്കര പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നത്. സംഗീതത്തില് കർമ്മം ചെയ്യുക, അത്രേ ഉള്ളൂ. കർമ്മഫലം തരും ഈശ്വരനല്ലോ, അത്രേ ഉള്ളൂ. അപ്പോ ഇനി നമ്മുടെ ഔസേപ്പച്ചൻ സാറ് പാർവതിപുരം പത്മനാഭയ്യർ സാറിന് പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. സാറിന്റെ ഒരു സ്റ്റുഡന്റിനെ ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കിട്ടിയത് നമ്മുടെ വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമ്മൾ റിസൾട്ട് ഒക്കെ അറിഞ്ഞു. 94 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സാറിന് സന്തോഷമായോ? വളരെ സന്തോഷമായി. ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, ഇനി അടുത്ത പടിയിലേക്കുള്ള ഒരു പ്രോത്സാഹനമായിട്ട് മാറട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ സംഗീത ലോകത്തിൽ വരാൻ കിട്ടിയ ഒരു ഭാഗ്യം ഗുരുക്കന്മാരെ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ ഗുരുനാഥൻ വെച്ചൂർ ഹരിഹർ സുബ്രഹ്മണ്യരുടെ 100ാമത് ജന്മദിനത്തിന് ഇന്നലെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫംഗ്ഷൻ കാർത്തിക തിരുനാളത്തിൽ വെച്ച് നടത്തി. ആ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ വണ്ടി കയറിയത്. അങ്ങനെ ഒരു ഗുരുവിനെ ആദരിച്ചിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ എനിക്കൊരു ആദരവ് ഇവിടെ ഫ്ലവേഴ്സിൻ്റെ എല്ലാവരും അറിയുന്ന ഫ്ലവേഴ്സ് ചാനലിൽ ഇങ്ങനെ ഒരു ആദരവ് കിട്ടുക എന്ന് പറയുന്നത് എല്ലാം മേളിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാവരുടെ ഭാഗ്യമായിട്ട് വരട്ടെ. എല്ലാവരും നന്നായിരിക്കട്ടെ. അതുപോലെ തന്നെ കണ്ടസ്റ്റൻസ് എല്ലാവർക്കും എൻ്റെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവും. നന്നായിട്ട് വർക്ക് ചെയ്യുക, സംഗീതത്തെ മുറുകെ പിടിക്കുക. നിങ്ങൾ ഒരു കാലത്തും കഷ്ടപ്പെടുകയില്ല, യാതൊരു സംശയമില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സ്നേഹത്തിൻ പൂമുള്ളിൽ പൂജിച്ചു ഞാൻ എൻ ജന്മ
എന്തായാലും താങ്ക് യു വെരി മച്ച് സർ. സാറിനെ ഇവിടെ ലഭിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഒരു ഭാഗ്യമായി കരുതുന്നു. താങ്ക് യു ജഡ്ജസ്, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്തിരുന്നോളൂ.